കഴിഞ്ഞ ആഴ്ച കന്യാകുമാരി പോയപ്പോൾ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒരു 5 സ്റ്റാർ ടിപ്പ് ഗൂഗിൾ റിവ്യൂവിനെ പറ്റി. ഞാൻ അവിടുത്തെ സ്ഥലം ബുക്ക് ചെയ്തത് പ്യൂർ അവൻ്റെ റിവ്യൂ നോക്കിയാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന ഹൈപ്പൊന്നും ആ ഹോട്ടലിനില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത് എന്താ സംഭവം, ഇതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലാവുന്നില്ല, ആൾക്കാർ എന്തിനാ ഇത്ര ഹൈപ്പ് ചെയ്യുന്നതാണ്. ഗുട്ടൻസ് മനസ്സിലായി നമ്മൾ ചെക്കൗട്ട് ചെയ്തപ്പോഴാണ് ഒരാൾ വന്ന് അവിടെ ഇങ്ങനെ നമ്മളെ തൊഴുത് കുമ്പിട്ട് നിൽക്കുക, സാർ ഒരു ഗൂഗിൾ റിവ്യൂ തരൂ സാർ. എൻ്റെ സ്ക്രീനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും എനിക്കൊരു 5 സ്റ്റാറിൽ കുറഞ്ഞൊരു റിവ്യൂ അന്നേരം കൊടുക്കാൻ പറ്റത്തില്ല. ഒരു തരത്തിൽ പറഞ്ഞ ആളുകളെ പറ്റിക്കലാണ്, പക്ഷേ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ് തന്നെ മതി. നമ്മുടെ മാർക്കറ്റിങ്ങിന് മര്യാദയ്ക്ക് ഒരു 5 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിന്ന് ഓർഗാനിക്കായിട്ട് തന്നെ ബിസിനസ് ജനറേറ്റ് ആവും. 1, കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുക, എല്ലാ മാസം അപ്ലോഡ് ചെയ്യുക. 2, സെർച്ച് ചെയ്താൽ കിട്ടണം. നമ്മൾ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അവേഴ്സ്, നമ്മുടെ ഫോൺ നമ്പർ, എന്തൊക്കെ സർവീസ്, പ്രൈസ് റേഞ്ച്, ഇതെല്ലാം പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. 3, എപ്പോഴും ഒരു അപ്ഡേറ്റ്സ് പൊയ്ക്കൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും പോസ്റ്റോ ഓഫറോ അപ്ഡേറ്റോ Q&A എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് എപ്പോഴും അല്ലെങ്കിൽ ഒരു വീക്ക്ലി എങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. 4, റിവ്യൂവിന് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക, പക്ഷെ ഒരുപാട് പുഷ് ചെയ്യരുത്. ഹോട്ടലിലെ പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു QR കോഡ് വെച്ചിട്ട് ആൾക്കാരിൽ നിന്ന് റിവ്യൂ കളക്ട് ചെയ്യാം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റിവ്യൂ വന്നാൽ അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതിനൊരു റിപ്ലൈ 24 hours കൊടുത്തിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിന്ന് ഇഷ്ടംപോലെ ബിസിനസ് ജനറേറ്റ് ആവും. ഈ ഗൂഗിൾ മൈ ബിസിനസ് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണേ.